കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 9 യൂണിറ്റ് 1 മൂന്നാമത്തെ ഭാഗമായ പദ്യം നത്തിങ് ട്വൈസിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ യുവർ ക്ലാസ് റൂം അറ്റ് 2310. നത്തിങ് ട്വൈസ് എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒന്നും രണ്ടാമതായിട്ടില്ല. ഓക്കെ, ഇത് എഴുതിയത് ഒരു പോളണ്ടുകാരിയാണ്. ഇത് ഓതർ ഒരു പോളണ്ടുകാരൻ. അവരുടെ പേര് വിസ്ലാവ സിംബോസ്കി എന്നാണ്. പക്ഷെ അവരുടെ ഫുൾ നെയിം മരിയ വിസ്ലാവ അന്ന സിംബോസ്കിയ. Nothing can ever happen twice. In consequence, the sorry fact is that we arrive here improvised and leave without the chance to practice. ഇവിടെ ഫസ്റ്റ് സ്റ്റാൻസിൽ എന്താ പറയുന്നത്? Nothing can ever happen twice. ഒരു കാര്യവും വീണ്ടും സംഭവിക്കില്ല. ഇൻ കോൺസിക്വൻസ്, അതിൻ്റെ ഫലമായിട്ട് ദ സോറി ഫാക്ട് എന്ന് പറഞ്ഞാൽ, സോറി എന്ന് പറഞ്ഞാൽ ആക്ച്വലി അർത്ഥം ക്ഷമിക്കണം. പക്ഷെ ഇവിടെ സോറി എന്ന് പറഞ്ഞാൽ ദുഃഖകരമായ എന്നാണ് അർത്ഥം വരിക. അപ്പം സോറി ഫാക്ട് എന്ന് പറഞ്ഞാൽ വാസ്തവം അല്ലെങ്കിൽ യാഥാർത്ഥ്യം. അപ്പം ദുഃഖകരമായ യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ വി അറൈവ് ഹിയർ ഇംപ്രൊവൈസ്ഡ് എന്ന് പറഞ്ഞാൽ മെച്ചപ്പെടുക. അപ്പം അതാണ് ആക്ച്വൽ അർത്ഥം. ഇവിടെ അർത്ഥം വരുന്നത് വി അറൈവ് ഹിയർ ഇംപ്രൊവൈസ്ഡ്, ഒരു മുന്നൊരുക്കമില്ലാതെയാണ് നമ്മളിവിടെ എത്തിച്ചേരുന്നത്. എന്നിട്ടോ ലീവ് വിതൗട്ട് ദ ചാൻസ് ടു പ്രാക്ടീസ്, ഒരു പ്രാക്ടീസ് ചെയ്യുക, അതായത് ഒരു പരിശീലനത്തിനുള്ള ഒരു സന്ദർഭം, ഒരു ചാൻസ് കിട്ടാതെ, ഒരു അവസരം കിട്ടാതെ നമ്മൾ ഇവിടുന്ന് കടന്നു പോകും. സെക്കൻഡ് സ്റ്റാൻസ് വായിക്കാം. ഈവൻ ഇഫ് ദർ ഈസ് നോ വൺ ഡമർ, ഇഫ് യു ആർ ദ പ്ലാനറ്റ്സ് ബിഗസ്റ്റ് ഡൺസ്, യു കാൺ റിപ്പീറ്റ് ദ ക്ലാസ് ഇൻ സമ്മർ. ദിസ് കോഴ്സ് ഈസ് ഓൺലി ഓഫേർഡ് വൺസ്. ഇവിടെ എന്താ പറയുന്നത്? ഈവൻ ഇഫ് ദർ ഈസ് നോ വൺ ഡമർ എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധി. അപ്പോൾ വേറൊരു മന്ദബുദ്ധി ഇല്ലെങ്കിൽ, ഇഫ് യു ആർ ദ പ്ലാനറ്റ്സ് ബിഗസ്റ്റ് ഡൺസ് എന്ന് പറഞ്ഞാൽ മൂടൻ അല്ലെങ്കിൽ മടയൻ. അപ്പോൾ ഇവിടെ ഇഫ് യു ആർ ദ പ്ലാനറ്റ്സ് ബിഗസ്റ്റ് ഡൺസ്, ഈ ഭൂലോകത്തിലെ ഏറ്റവും വലിയ മടയൻ നിങ്ങളാണെങ്കിൽ, യു കാൺ റിപ്പീറ്റ് ദ ക്ലാസ് ഇൻ സമ്മർ. ഇവിടുത്തെ ഈ അർത്ഥം നോക്കുകയാണെങ്കിൽ യു കാൺ റിപ്പീറ്റ് ദ ക്ലാസ് ഇൻ സമ്മർ, അത് നേരിട്ടുള്ള അർത്ഥം നോക്കുകയാണെന്ന് വെച്ചാൽ ഈ സമ്മർ, അതായത് ഈ വേനൽക്കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് വീണ്ടും ആവർത്തിക്കാൻ പറ്റില്ല. പക്ഷെ അതല്ല ഇവിടുത്തെ അർത്ഥം. ഇവിടുത്തെ അർത്ഥം എങ്ങനെ വരുന്നത് വെച്ചാൽ ഒരു സമ്മർ സീസൺ ആയിട്ട് അവിടെ പറയുന്നു. ഈ ഒരു സമ്മർ സീസൺ കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്ക് വീണ്ടും കിട്ടില്ല. ഓഫ് കോഴ്സ് നമുക്ക് അടുത്ത സമ്മർ സീസൺ വരും, പക്ഷേ അത് കഴിഞ്ഞ സമ്മർ പോലെ ആയിരിക്കില്ല. ഓക്കെ, ദിസ് കോഴ്സ് ഈസ് ഓൺലി ഓഫേർഡ് വൺസ്. ഇവിടെ കോഴ്സ് എന്ന് പറയുന്നത് ജീവിതത്തെക്കുറിച്ച് അല്ല, നമ്മൾ പഠിക്കുന്ന ഒരു കോഴ്സിനെ പറ്റിയല്ല. അപ്പോൾ ഈ ഒരു ജീവിതം നിങ്ങൾക്ക് വീണ്ടും ലഭിക്കില്ല. മൂന്നാമത്തെ സ്റ്റാൻസ് ഒന്ന് വായിക്കാം. നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ, നോ ടു നൈറ്റ്സ് വിൽ ടീച്ച് വാട്ട് ബ്ലിസ് ഇസ്, ഇൻ പ്രിസൈസ്ലി ദ സെയിം വേ വിത്ത് പ്രിസൈസ്ലി ദ സെയിം കിസസ്. നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ, അതാണ് ഇവിടെ ഒരു വരി പറയുന്നത്. അതായത് ഇന്നലെയെ ഒരിക്കലും ഇന്ന് അനുകരിക്കില്ല, അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ ആയിരിക്കില്ല ഇന്ന്. പിന്നെ ഇവിടെ പറയുന്ന ഈ വരികളെ നമുക്ക് നോക്കാം. നോ ടു നൈറ്റ്സ് വിൽ ടീച്ച് വാട്ട് ബ്ലിസ് ഇസ്. ബ്ലിസ് എന്ന് പറഞ്ഞാൽ ആനന്ദം, പരമാനന്ദം, സന്തോഷം, ഇതൊക്കെയാണ് ബ്ലിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻ പ്രിസൈസ്ലി ദ സെയിം വേ, പ്രിസൈസ്ലി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരേപോലെ, സെയിം വേ ഒരേപോലെ ആയിരിക്കില്ല. പിന്നെ ഒരു വരിയും കൂടെ ഇവിടെ പറയുന്നുണ്ട്, വിത്ത് പ്രിസൈസ്ലി ദ സെയിം കിസസ്. സെയിം കിസസ് എന്ന് പറയുന്നത് ഇവിടെ ചുംബനത്തെ അല്ല ഉദ്ദേശിക്കുന്നത്, ആത്മബന്ധത്തെ, അനുഭവത്തെ, സന്തോഷത്തെ, അടുപ്പത്തെ. അപ്പം നമ്മൾ തമ്മിലുള്ള അല്ലെങ്കിൽ തമ്മിലുള്ള അടുപ്പം, സന്തോഷം, ഇതിൻ്റെയൊക്കെ ആനന്ദം, പരമാനന്ദം ഒരിക്കലും കൃത്യമായിട്ട് 2 രാത്രികൾ ഒരുപോലെ ആയിരിക്കില്ല. അതായത് ഇന്നലത്തെ രാത്രി പോലെ ആയിരിക്കില്ല ഇന്നത്തെ രാത്രി. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് പറയുന്നത്, നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ. അതായത് ഒരിക്കലും ഇന്നലെയെ ഇന്നത്തെ ദിവസം അനുകരിക്കുന്നില്ല. അടുത്ത സ്റ്റാൻസ. One day, perhaps some idle tongue mentions your name by accident. I feel as if a rose were flung into the room, all hue and scent. Idle tongue എന്ന് പറഞ്ഞാൽ ഒന്നും സംസാരിക്കാത്ത നാവ്. ഐഡിൽ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുക. അപ്പം ഐഡിൽ ടങ് എന്ന് പറയുമ്പോൾ ഒന്നും സംസാരിക്കാത്ത നാവ്. ഇവിടെ ഈ ഒന്നും സംസാരിക്കാത്ത നാവ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. പിന്നെ ഇവിടെ പറയുന്നത് ഫ്ലങ് എന്ന് പറഞ്ഞാൽ എറിയുക, വലിച്ചെറിയുക. ഓക്കെ, ഫ്ലങ്. പിന്നെ ഹ്യൂ എന്ന് പറഞ്ഞാൽ നിറങ്ങൾ. ഓക്കെ, സെൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ല്. ഇവിടെ റോസിൻ്റെ സ്മെല്ലിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പറയുന്നു, ഒരു ദിവസം ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ പെട്ടെന്ന് ഒരാൾ നിങ്ങളുടെ പേര് പറയുകയാണ്, ബൈ ആക്സിഡൻറ്റ്, ആകസ്മികമായിട്ട്. ആ സമയത്ത് നിങ്ങൾക്കുണ്ടാവുന്ന ഫീലിനെയാണ് ഇവിടെ റോസസ് were flung into the room, all hue and scent. അതിന് അങ്ങനെ പറയുന്നത്.
അതായത് റോസ് പൂക്കൾ റൂമിലേക്ക് വലിച്ചെറിയാണ്. ആ സമയത്ത് നമ്മൾ കാണുന്ന ആ നിറങ്ങളും ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ആ സുഗന്ധവും. 5ാമത്തെ സ്റ്റാൻസ. The next day, though you are here with me, I can't help looking at the clock. A rose? A rose? What could that be? Is it a flower or a rock? ഇവിടുത്തെ ആദ്യ 2 വരി നമ്മൾ നേരിട്ടിട്ട് അർത്ഥം നോക്കുമ്പോൾ അത് വ്യത്യസ്തമായിരിക്കും. അതായത് ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം, ദോ യു ആർ ഹിയർ വിത്ത് മീ, നിങ്ങൾ എൻ്റെ കൂടെ ഇവിടെ ഉണ്ടെങ്കിലും ഐ കാൺട്ട് ഹെൽപ്പ് ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക്, എനിക്ക് ക്ലോക്കിൽ സമയം നോക്കാതിരിക്കാൻ വയ്യ. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇവിടെ പറയുന്നു ഒരു വ്യക്തിയുടെ, അതായത് അടുത്ത ദിവസം ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് അയാളിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത 2 വരി പറയുന്നത് റോസാണോ പാറയാണോ, അല്ലെ ഫ്ലവർ ആണോ പുഷ്പമാണോ പാറയാണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇതിന് മുന്നേ പറഞ്ഞ 2 വരിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. അപ്പം മനസ്സാകെ ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോൾ ആ ഒരു ഡിസ്റ്റർബ്ഡ് അവസ്ഥയിൽ അയാൾക്ക് സംഭവിക്കുന്നതാണ്. ഇതിൻ്റെ മുന്നത്തെ സ്റ്റാൻസിൽ പറഞ്ഞ ആ റോസാണ് ഇവിടെയും പറയുന്നത്. പക്ഷേ അത് ഇപ്പോൾ അയാൾക്ക് സംശയമായി മാറിയിരിക്കുക. അതൊരു റോസ് പൂ ആണോ അല്ല പാറയാണോ? ഈസ് ഇറ്റ് എ ഫ്ലവർ ഓർ എ റോക്ക്? 6ാമത്തെ സ്റ്റാൻസ. Why do we treat the fleeting day with so much needless fear and sorrow? It's in its nature not to stay. Today is always gone tomorrow. Fleeting day എന്നു പറഞ്ഞാൽ വേഗം കടന്നു പോകുന്ന ദിവസം. ഫിയർ ഭയം, സോറോ ദുഃഖം. അപ്പോൾ ഇവിടെ ചോദിക്കുന്നു, ഈ വേഗം കടന്നു പോകുന്ന ദിവസത്തെ ഓർത്ത് നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്, ദുഃഖിക്കുന്നത്? ഓക്കെ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അത് നീഡ്ലെസ്, ആവശ്യമില്ലാതെ എന്നാണ് പറയുന്നത്. അപ്പം വൈ ഡു വി ഫിയർ, നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത് അല്ലെങ്കിൽ സങ്കടപ്പെടുന്നത്? നെക്സ്റ്റ് 2 ലൈൻസ്. ഇറ്റ്സ് ഇൻ ഇറ്റ്സ് നേച്ചർ നോട്ട് ടു സ്റ്റേ, അതായത് ഒരു ദിവസത്തെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ പ്രകൃതിപരമായ സ്വഭാവം എന്താ? അത് നിൽക്കില്ല, അത് സ്റ്റേ ചെയ്യില്ല, നിൽക്കില്ല, അത് കടന്നു പോകും. ഓക്കെ, അതായത് ഒരു ദിവസം തുടങ്ങും, അത് അവസാനിക്കും. ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോ എന്ന് പറഞ്ഞാൽ ഇന്നലെ എപ്പോഴും നാളെയുടെ ഓർമ്മ മാത്രം. അതായത് ഇന്നലകളെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഓർമ്മയാണത്. അപ്പം എന്തിനാണ് നമ്മൾ വെറുതെ ഈ കടന്നു പോകുന്ന ദിവസത്തെ ഓർത്ത് അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെട്ട് ജീവിക്കുന്നത്? ഇന്നത്തെ ദിവസം, നമ്മൾ ഈ ജീവിക്കുന്ന ഇന്നത്തെ ഒരു ദിവസം നമ്മൾ നല്ലവണ്ണം ഭയമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുക. അതാണ് ഇതിൻ്റെ സാരം. With smiles and kisses, we prefer to seek accord beneath our star. Although we are different, we concur, just as 2 drops of water are. ഇവിടെ we prefer എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻഗണന കൊടുക്കുക. പ്രിഫർ എന്ന മുൻഗണന കൊടുക്കുക. എന്തിന്? സീക്ക് അക്കോർഡ്. അക്കോർഡ് എന്ന് പറഞ്ഞാൽ സമാധാനം അന്വേഷിക്കുകയാണ്. ഈ സീക്ക് അക്കോർഡ് എന്ന് പറഞ്ഞാൽ സീക്ക് എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, അക്കോർഡ് എന്ന് പറഞ്ഞാൽ സമാധാനം അന്വേഷിക്കുക. ബിനീത്ത് ആ സ്റ്റാർ, സ്റ്റാർ എന്ന് പറഞ്ഞാൽ സൂര്യനെയാണ് ഉദ്ദേശിക്കുന്നത്. ബിനീത്ത് ആ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഈ സൂര്യന് കീഴിൽ, അതായത് ഈ ഭൂമിയിൽ. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ സമാധാനം അന്വേഷിക്കണം. സമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ എങ്ങനെ ജീവിക്കണം? വിത്ത് സ്മൈൽസ് ആൻഡ് കിസ്സസ്. സ്മൈൽസ് എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടെ, കിസ്സസ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടു കൂടെ. അപ്പം സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ജീവിക്കണം എന്നാണ് പറയുന്നത്. അടുത്ത പറയുന്നു, ഓൾദോ വി ആർ ഡിഫറെൻറ്റ് വി കൺകർ. വി കൺകർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വ്യത്യസ്തരാണെന്ന് നമ്മൾ സമ്മതിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും വളരെ വ്യത്യസ്തരാണെന്ന് നമ്മൾ സമ്മതിക്കുന്നു. ഇതുപോലെ ജസ്റ്റ് ആസ് 2 drops of water are. 2 തുള്ളി വെള്ളം, ആ 2 തുള്ളി വെള്ളം എതുപോലെ ഡിഫറെൻ്റ് ആണോ അതുപോലെ വ്യത്യസ്തരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭൂമിയിൽ നമ്മൾ സ്നേഹത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ജീവിക്കണം. ഈ പദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഒന്ന് ചുരുക്കം നമുക്ക് നോക്കാം. നമുക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതമേ ഉള്ളൂ. ഓരോ സംഭവത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും കാര്യമായ സംഗതി മനസ്സിലാക്കണം, അല്ലെങ്കിൽ പഠിക്കണം. പരിശീലിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നില്ല. ഒന്നും 2 തവണ സംഭവിക്കുന്നില്ല. ഒരു ദിവസവും ആവർത്തിക്കുന്നില്ല. ഒരേ രീതിയിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഇന്നലകളെ പോലെ അല്ല ഇന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ പദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, നത്തിങ് ട്വൈസ് എന്ന പദ്യത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി ഞാൻ കരുതുന്നു. ഇഫ് സോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ യുവർ ക്ലാസ് റൂം at 2310.